വിത്ത് അസ് എന്നുള്ള മെനുവിൽ നിന്നും കറണ്ട് വേക്കൻസീസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ച് നൽകുന്നതാണ്. ബാങ്ക് നിങ്ങൾക്ക് 10,000 rupees പെർ മന്ത് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 ആണ് ഫസ്റ്റ് ജോബായിട്ട് വന്നിട്ടുള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു പോസ്റ്റിലോട്ടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് February 9th ആണ്. ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 13th January 2025. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നത് February 20th ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ജനറൽ ബാങ്കിംഗ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്കെയില് വന്നിട്ടുള്ളത് ജൂനിയർ മാനേജർ ഗ്രേഡ് സ്കെയിൽ 1 ആണ്. കാറ്റഗറി വൈസ് വേക്കൻസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. SC കാറ്റഗറിയിൽ 150 വേക്കൻസിയും, ST കാറ്റഗറിയിൽ 75 വേക്കൻസിയും, OBC കാറ്റഗറിയിൽ 270 വേക്കൻസിയും, EWS കാറ്റഗറിയിൽ 100 വേക്കൻസിയും, ജനറൽ കാറ്റഗറിയിൽ 405 വേക്കൻസിയും കൂടി ടോട്ടൽ 1000 വേക്കൻസീസ് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെയിൽ ഓഫ് പേ ആണ്. 48,480 മുതൽ 85,920 വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ബാങ്കിങ് മേഖലയിൽ ഹൈ സാലറി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജും ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഏജ് മിനിമം 20 years ആണ്. മാക്സിമം ഏജ് വന്നിട്ടുള്ളത് 30 years ആണ്. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഉദ്യോഗാർത്ഥികൾക്ക് 60% കുറയാതെയുള്ള ഗ്രാജുവേഷൻ ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക, SC ST OBC PWBD കാൻഡിഡേറ്റ്സിന് 55% മാത്രം മതി. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ്. സോ ഇവിടെ SC ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് 35 വയസ്സ് വരെ ഉള്ള SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ OBC കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷം വരെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യേണ്ടതാണ്. സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓൺലൈൻ ടെസ്റ്റിനെയും ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ നമുക്ക് നോക്കാം. നെയിം ഓഫ് ടെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. കൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ്, അതായത് ബാങ്കിങ് ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ അവയർനെസ് ഒക്കെയാണ് ടെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ തന്നിരിക്കുന്ന 4നും 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. കൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം എഴുതാവുന്നതാണ്. ടൈം ഇവിടെ അലോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ളത് 25 മിനിറ്റ് ആണ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റിക്ക് ഈ പറയുന്ന 25 മിനിറ്റ് സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ഈച്ച് ടെസ്റ്റിനായിട്ടാണ് 25 മിനിറ്റ് വന്നിട്ടുള്ളത്. കൂടാതെ ജനറൽ അവയർനെസ് ടെസ്റ്റിന് 15 മിനിറ്റ് ആയിരിക്കും ടൈം അലോക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ 120 മാർക്സിന്റെ എക്സാം ആയിരിക്കും ആദ്യത്തെ 4 സെക്ഷനിൽ വരുന്നത്. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് ഒരു ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ എസ്സേ ഡിസ്ക്രിപ്റ്റീവ് ബേസ് ചെയ്തിട്ടും ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. സോ ടോട്ടൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇവിടെ മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത് ടോട്ടൽ 30 ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. 30 മിനിറ്റ്സിന്റെ ഈ ഒരു എക്സാം ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈൻ എക്സാമിനേഷന് നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ എക്സാമിനേഷൻ വരുമ്പോൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്.
പോകുന്നത്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് കോൾ ലെറ്റർ ഉണ്ടായിരിക്കണം. കൂടാതെ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം. കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക, കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ അഡീഷണൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർവ്യൂ ആണ്. സോ ഓൺലൈൻ ടെസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇന്റർവ്യൂവിന്റെ ടോട്ടൽ മാർക്കായിട്ട് വരുന്നത് 50 മാർക്സ് ആണ്. സോ ജനറൽ EWS ഈ ഒരു കാറ്റഗറിയിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 50% ഉണ്ടായിരിക്കണം ഇന്റർവ്യൂവിന്. കൂടാതെ SC ST OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു ഇന്റർവ്യൂ പാസ്സാവാൻ 45% മാർക്സ് മതി എന്നുള്ളതും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ്. ഇവിടെ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കേരളത്തിൽ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം എന്നീ ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വരുന്നത്. സോ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന വാലിഡ് ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതേണ്ടതാണ്. തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ ഡോക്യുമെന്റ്സ് ആയിട്ട് കയ്യിൽ കരുതേണ്ടത് പ്രിന്റ് ഔട്ട് ഓഫ് ദി വാലിഡ് ഇന്റർവ്യൂ കോൾ ലെറ്റർ, കൂടാതെ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, വാലിഡ് ആയിട്ടുള്ള ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമാണ് ഉദ്യോഗാർത്ഥികളുടെ ഉണ്ടായിരിക്കേണ്ടത്. സോ നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾ കറക്റ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തതായിട്ടാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. സോ SC ST OBC കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് EWS കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 650 അല്ലെങ്കിൽ അതിന് മുകളിലോ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. സോ ഇവിടെ 150 രൂപയാണ് വുമൻസ് SC ST PWD കാൻഡിഡേറ്റ്സിന് വരുന്നത്. എക്സ്ക്ലൂസീവ് ഓഫ് GST ആണ്. കൂടാതെ 750 രൂപയാണ് അതർ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അതായത് അതർ കാറ്റഗറി എന്ന് പറയുമ്പോൾ OBC, ജനറൽ കാറ്റഗറിയിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് നന്നായിട്ട് വായിച്ചതിനു ശേഷം മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, അതായത് PGDBF എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡോക്യുമെന്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. സോ ഈ ഒരു ഡോക്യുമെന്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗാർത്ഥികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് PGDBF എന്നുള്ള ഈ ഒരു 1 ഇയറിന്റെ കോഴ്സ്, അതായത് 9 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും 3 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. സോ ഈ ഒരു കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികളെയാണ് ബാങ്ക് ജോലിയിലേക്ക് എടുക്കുകയുള്ളൂ. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബാങ്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. സോ ഓൺലൈൻ എക്സാമിനേഷനൊക്കെ പാസ്സായി ഇന്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറയുന്ന ഒരു കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ പേയ്മെന്റ് ഓഫ് കോഴ്സ് ഫീസ് എന്നുള്ളൊരു സെക്ഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിന്റെ പേയ്മെന്റ് ഫീ ആയിട്ട് വരുന്നത് 3 lakh to 4 lakh ആണ് വരുന്നത്. എക്സ്ക്ലൂസീവ് GST ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മാസത്തിന്റെ ഒരു കോഴ്സാണ് വരുന്നത്. ഈ ഒരു കോഴ്സിന്റെ ബോർഡിംഗ് ഫീയും അല്ലെങ്കിൽ ലോഡ്ജിംഗ് ഫീയും എക്സ്പെൻസും എല്ലാം കൂടി ചേർന്നാണ് ഈ പറഞ്ഞ 3 lakh to 4 lakh എക്സ്പെൻസ് വരുന്നത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ റീഇംബേഴ്സ്മെന്റ് ഓഫ് കോഴ്സ് ഫീസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഈ പറയുന്ന ബാങ്കിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ചു നൽകുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ കോഴ്സ് ഫീ മാത്രമേ ബാങ്ക് തിരിച്ചു തരുള്ളൂ. അതായത് 3 lakh to 4 lakh എന്ന് പറഞ്ഞ ആ ഒരു ഫീ തിരിച്ചു നൽകുകയുള്ളൂ. അടുത്തതാണ് സ്റ്റൈഫൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുകയുള്ളൂ. സോ നിങ്ങൾ ആ കോഴ്സ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഞാൻ പറഞ്ഞ 1 വർഷത്തെ കോഴ്സിൽ 9 months ക്ലാസ് റൂം ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്
സോ ആ ടൈമിൽ ഈ പറയുന്ന ബാങ്ക് നിങ്ങൾക്ക് 2500 രൂപ പെർ മന്ത് സ്റ്റൈഫൻഡ് ആയിട്ട് നൽകുന്നതാണ്. കൂടാതെ ഓൺ ജോബ് ട്രെയിനിങ് ടൈമിൽ, അതായത് 9 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി 3 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ടൈമിൽ വിദ്യാർത്ഥികൾക്ക് 10,000 റുപ്പീസ് പെർ മന്ത് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ കാൻഡിഡേറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ഇയർ പ്രൊബേഷൻ പീരീഡ് ആയിട്ടും വരുന്നുണ്ട്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന ലിങ്കായ centralbankofindia.coe.in എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കരിയേഴ്സ് വിത്ത് us എന്നുള്ള മെനുവിൽ നിന്നും കറണ്ട് വേക്കൻസീസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് പേജിലേക്ക് വരുന്നതാണ്. സോ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് റീഡയറക്റ്റ് ആയി വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. സോ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയതായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.